സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റൈഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി ബാക്ക് സ്ട്രീറ്റ് റൈഡാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ബാക്ക് റോഡുകൾ ആളുകളുടെ വീടിൻ്റെ മുമ്പിൽ കൂടിയും പോക്കറ്റ് റോഡുകളിലെ കൂടെയും നമ്മുടെ ഈ ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ എത്തിയിരിക്കുകയാണ്. രാവിലെ ഞാനൊരു 6 o'clock വീട്ടിൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇത് നമ്മുടെ ഹോം ടൗൺ ആണ് കേട്ടോ. ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി എന്ന് പറയുന്നത് നമ്മൾ ജനിച്ച് കളിച്ച് വളർന്ന സ്ഥലമാണ്. അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അതുകൂടാതെ രണ്ടുപേരും എൻ്റെ കൂടെ ചവിട്ടാൻ വരുന്നുണ്ട്, അവരുടെ വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരു പുതിയ സൈക്കിൾ വാങ്ങിച്ചിട്ടുണ്ട് നമ്മുടെ സുഹൃത്ത്, അതും കൂടി പരിചയപ്പെടുത്തുന്നുണ്ട്. എന്തായാലും നിങ്ങൾക്ക് അറിയുന്ന ബൈക്കൊക്കെ തന്നെയാണ്, വിപണിയിലുള്ളതാണ്. എന്തായാലും സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ. അപ്പോൾ ഒരു പുതിയൊരു റൈഡറും കൂടി നമ്മൾക്ക് കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഒരു സന്തോഷമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഗോപ്രോ ഹീറോ 11 ആണ് കേട്ടോ. അപ്പോൾ ഇത് വാങ്ങിച്ചിട്ട് സ്വിച്ച് ഓൺ ചെയ്തിട്ട് ആദ്യത്തെ വീഡിയോ ഉണ്ട് ഇത്. അതെ, ഈ മഴമരങ്ങളെ സാക്ഷിയാക്കി ഗോപ്രോ ഹീറോ 11 ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചുകൊള്ളുന്നു. അപ്പോൾ ഞാൻ ചുരുക്കി പറഞ്ഞൊരു മൊബൈൽ വാങ്ങിക്കാനാണ് കരുതിയത്. പക്ഷേ ഇപ്പോൾ കുറേ കാലമായിട്ട് ഞാൻ ഈ സൈക്ലിംഗ് വ്ളോഗൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും വീഡിയോ അത്ര റീച്ച് കിട്ടുന്നില്ല. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഗുലറായിട്ട് ചെയ്യാത്തതും ക്ലാരിറ്റി ഇല്ലാത്തതായിരുന്നു. അങ്ങനെ ഞാൻ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഓൾറെഡി ഈ ആക്സസറീസൊക്കെ എൻ്റെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ വഴിയേ പറയാം. അപ്പോൾ എന്തായാലും നമ്മുടെ ഗസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അവരെ മീറ്റ് ചെയ്തിട്ട് നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ എന്തായാലും ഈ മഴമരങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് പോർച്ചുഗീസുകാർ വെച്ചതാണ് കേട്ടത്. അവരാണ് ഇത് പ്ലാൻ ചെയ്തത് ഒരു ഏകദേശം ഒരു 470 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ അവർ ബ്രസീലിൽ നിന്ന് വാങ്ങിച്ചിട്ടാണ് ഇവിടെ നട്ടതെന്ന് പറയുന്നു. അപ്പോൾ അതുകൊണ്ടിട്ടാണ് നമുക്കിപ്പോൾ ഇന്ന് ഈ ഫോർട്ട് കൊച്ചിയിൽ ഇത്രയും ഷെയ്ഡ്. ഇപ്പോൾ ടൂറിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം കേട്ടോ, ഈ ഒരു ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി ഏരിയ മുഴുവൻ, മട്ടാഞ്ചേരി ഇല്ല കേട്ടോ, ഫോർട്ട് കൊച്ചിയിലാണ് നടക്കുമ്പോൾ വേനൽക്കാലത്തായാലും ചെറിയൊരു കുളിർമയാണ്. അങ്ങനത്തെ നമ്മൾ പറഞ്ഞ അതിഥികൾ വന്ന സൈക്കിളുകളാണ് ഇരിക്കുന്നത്. അപ്പോൾ സൈക്കിളൊക്കെ കാണിച്ചു തരാം. അതിന് മുതലേ ഒരാളെ പരിചയപ്പെടാം. ആൽഫിയ, അടിപൊളി. അഫിൻ്റെ മൂത്തുകുട്ടിയാണ്ടാ, 2 പേരുണ്ട്, ആൽഫിയെ പിന്നെ അലൈന. അലൈനക്ക് എത്ര വയസ്സായി? അലൈനക്ക് 7 വയസ്സ്. പിന്നെ ഇപ്പം എത്ര പഠിക്കുന്ന? 8ൽ. അപ്പോൾ 8ൽ പഠിക്കുന്നത്. അങ്ങനെ അച്ഛൻ മേടിച്ചു കൊടുത്ത കിടുക്കാച്ചി വണ്ടിയാണ് ഈ കാണുന്ന വാൻ്റെ അർബൻ സ്പോർട്ട്. എങ്ങനെയുണ്ട് ചവിട്ടിയിട്ട്? അടിപൊളി വണ്ടിയാണ് ഇത്, നല്ല അടിപൊളി വണ്ടിയാണ്. കാരണം നമ്മുടെ കമ്പനി ഹയർ ചെയ്തിട്ട് ഊട്ടിയിലെ സ്റ്റീപ്പ് ഗ്രേഡിയൻ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തപ്പോൾ ഇത് മാത്രമേ കയറിയുള്ളൂ. മറ്റുള്ള ഈ ബൈക്കുകളൊന്നും കയറിയില്ല, മോട്ടർ ഹീറ്റായിട്ട് നിന്നിച്ച്. പക്ഷേ ഇത് പുലിയാണ് സംഭവം. വീല് ചെറുതായതുകൊണ്ട് ഇതിന് ഭയങ്കര ടോർക്കാണ്. ഇപ്പോൾ കാണുന്ന പോലെ അല്ല, ആൾ നിസാരനല്ല. ഇതാണ്, ഇത് ത്രോട്ടിലാണ് കേട്ടോ. ഇതൊന്നും പ്രസ് ചെയ്തതിന് എല്ലാവർക്കും പറ്റുന്ന അബദ്ധമാണ്. പ്രസ് ചെയ്തതിന് ഇതുണ്ടോ, ചാറ്റുള്ളി പോലെ അങ്ങനെ പറന്നു പോകും. ഇപ്പം എത്ര ഫസ്റ്റിലിട്ടിട്ട് പോകണം? 5 ആ. അപ്പോൾ നമുക്ക് ഇതൊന്നിലിട്ട് കഴിഞ്ഞാൽ പെഡൽ കൂടുതൽ ചെയ്യണം. പെഡൽ അസിസ്റ്റ് മോഡാണ്. മോട്ടർ ചെറിയതായിട്ട് സപ്പോർട്ട് ചെയ്യും. 5 നേരെ ഓപ്പോസിറ്റ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ളതുകൊണ്ടിട്ട് അധികം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. എന്തായാലും ഇപ്പോൾ എന്തൊക്കെ മേടിച്ചാൽ 35,000 ഉണ്ട് ഇതിൻ്റെ വില. ഇപ്പോൾ എത്ര കിലോമീറ്ററായി? എത്രയായി? 300 ചില്ലാനം കിലോമീറ്റർ. എന്നാലും കൊടുത്ത പൈസക്ക് വർത്താണ്. കുറച്ച് വർഷങ്ങളോളം യൂസ് ചെയ്യാൻ പറ്റും. നല്ല ബിൽറ്റ് ക്വാളിറ്റിയാണ്. പിന്നെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ട്രക്കിൻ്റെ ഡൊമാനെ L3 വെറും 1.5 ലക്ഷം രൂപ. പക്ഷേ സ്റ്റാൻഡില്ല. കിടുക്കൻ. ഇനിയിപ്പോൾ നമുക്ക് ഇതിന് സർവീസൊക്കെ കഴിഞ്ഞല്ലേ? കഴിഞ്ഞാണ്ട ആ ഒരു ക്വാളിറ്റി എപ്പോഴും ഫീൽ ചെയ്യും റൈഡ് ചെയ്യുമ്പോൾ. പിന്നെ നമ്മുടെ ഒരു പുലിക്കുട്ടൻ റിഡ്ജ് ബാക്ക് ബുള്ളറ്റ്. കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സെൻറ്ററിൽ ചെറിയൊരു കുലുക്കമൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ റെഡിയാക്കണം. അപ്പോൾ നമ്മളിത് ഫോർട്ട് കൊച്ചി ബീച്ചിനോട് എത്തിയിട്ടാ. മഴക്കാറുണ്ട്, പണി കിട്ടോ. അങ്ങനെ നമ്മൾ ജസ്റ്റ് ഫോർട്ട് കൊച്ചി ബീച്ചൊക്കെ എക്സ്പ്ലോർ ചെയ്ത് ഇനി അടുത്തത് നമ്മൾ മട്ടാഞ്ചേരിയിലോട്ട് ബാക്ക് സ്ട്രീറ്റ് പിടിച്ച് പോവുകയാണ്. ഇട്ടോടത്തല
ഓക്കെ, റെഡിയല്ലേ? ഓക്കെ അല്ലേ? ഹാപ്പി? അതുപോലെ കുട്ടികൾക്ക് പറ്റിയൊരു മോഡലാണ് കേട്ടോ ഈ മോട്ടോറാഡ് എന്നുള്ള കമ്പനിയുടെ ടീറെക്സ് എയർ എന്ന് പറഞ്ഞിട്ടൊരു മോഡൽ. അത് അത്യാവശ്യം ചെറിയ ഫ്രെയിം സൈസാണ്. നമ്മുടെ മരടിൽ പ്ലഗ്ഗി ബൈക്സ് എന്ന് പറഞ്ഞിട്ട് ഷോപ്പുണ്ട്. അവരിപ്പോൾ അത് സെയിൽ ചെയ്യുന്നുണ്ട്, സർവീസും ഉണ്ട്. അവരുടെ ഒരു ബ്രാഞ്ച് നമ്മുടെ കരിപ്പടിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഈ ബട്ടർഫ്ലൈ ഹാൻഡിൽ ബാർ നമ്മൾ ഞാൻ ട്രിവാൻഡ്രത്തിന് മേടിച്ചിട്ട് യൂസ്ഡാണ്. അത് 3000 വാങ്ങിയതാണ്. ഈ ഹാൻഡിൽ ബാർ നല്ല കംഫർട്ടബിൾ ആണ്. കണ്ടോ, നമുക്ക് പല പല ആംഗിളിൽ പിടിച്ച് റൈഡ് ചെയ്യാം. ഭയങ്കര ഉപകാരമാണ്. ഇതേ ഞാൻ ഇങ്ങനെ വരുമ്പോഴേ കുറച്ച് വീട്ടമ്മമാർ ഇതിവിടെ സൈക്കിൾ ഓടുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഞാൻ അവരൊന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് മീറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് നോക്കട്ടെ അവർ എത്ര കിലോമീറ്റർ റൈഡ് ചെയ്യുന്നുള്ളത് അറിയില്ല. ജസ്റ്റ് ഒന്ന് പോയി നോക്കട്ടെ. അപ്പോൾ അതേ സൈക്ലിംഗ് നേട്ടങ്ങളെ കുറിച്ച് അറിയാം. വീട്ടമ്മമാർക്ക് എന്താണ് പറയേണ്ടത് നമുക്കൊന്ന് അറിയണ്ടേ. ഐശ്വറോസ് കൊച്ചിയുടെ പടക്കുതിരകളോട് ഉണ്ട്. ഞാൻ ചേച്ചി പേരെന്താണ്? എൻ്റെ പേര് ട്രീസ സെബാസ്റ്റ്യൻ. ഞാൻ ഫോർട്ട് കൊച്ചി വെളി നിലാണ് താമസം. ഞങ്ങൾ ഷീ സൈക്ലിംഗ് എന്ന പ്രകാശ് സാറ് രൂപീകരിച്ച ഒരു സൈക്കിൾ ക്ലബിലാണ് ഞാൻ റൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഏകദേശം 10 കിലോമീറ്ററോളം ദിവസം റൈഡ് ചെയ്യും. ഫിസിക്കലി എനിക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. എന്നെക്കുറിച്ച് അറിയാവുന്നവർക്ക് മിക്കവർക്കും തന്നെ അറിയാം. പക്ഷേ എനിക്ക് വളരെ നേട്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്ന് വരെ എനിക്ക് സൈക്കിൾ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു പാർട്ടായിട്ട് വെച്ചതുകൊണ്ട് എനിക്ക് സൈക്കിൾ ഉപേക്ഷിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. കാരണം രാവിലെ എഴുന്നേറ്റ് നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ നാഡീവ്യൂഹങ്ങളെല്ലാം വർക്കിംഗ് കണ്ടീഷനിലാണ്. എനിക്ക് ശരിക്കും അസുഖമുള്ള ആളായതുകൊണ്ട് ഞരമ്പിനെല്ലാം കുറേ പ്രശ്നങ്ങളുണ്ട്. ഞാൻ ദിവസവും സൈക്കിൾ ചവിട്ടുന്നുണ്ട്. ഞാനിന്ന് ബെഡിനെ ആശ്രയിക്കുന്നില്ല. ദിവസവും ഒരു ഉന്മേഷമാണ് ബ്ലഡ് സർക്കുലേഷൻ ഉള്ളതുകൊണ്ട്. എന്നെപ്പോലെ തന്നെ അനേകം സ്ത്രീകൾ ഷീ സൈക്ലിങ്ങിൽ റൈഡ് ചെയ്യുന്ന ഐശ്വറോസ് കൊച്ചിയിൽ ചേർന്ന് റൈഡ് ചെയ്യുന്നുണ്ട്. ഞങ്ങളൊരു 50ഓളം സ്ത്രീകൾ ദിവസവും ഇവിടെ റൈഡ് ചെയ്യാൻ വരുന്നുണ്ട്. ഞങ്ങളുടെ ഗുരുവായ പ്രകാശ് സാറും സീനത്ത് മാഡവുമാണ്. ഇപ്പോഴും അവർ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഐശ്വറോസ് കൊച്ചി എന്ന് അടിച്ചു നോക്കിയാൽ അവരെ കിട്ടും. അവരെ ബന്ധപ്പെടാം. ഫ്രീ ആയിട്ടാണ് എല്ലാം അവർ ചെയ്യുന്നത്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ തന്നെ നമ്പർ കൊടുത്തേക്കാം. അപ്പോൾ സാറിനായിട്ട് കോൺടാക്ട് ചെയ്താൽ എല്ലാവർക്കും അഡ്മിഷൻ കിട്ടും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ആ നിങ്ങൾക്കൊക്കെ എന്താ പറയാനുള്ളത്? 2 വാക്ക് പറ. എന്തായാലും അങ്ങനെ തന്നെയാണ്. വെറുതെ ഇങ്ങനെ ഇരിക്കണവരായിരുന്നു മക്കളെയും പേരക്കുട്ടികളൊക്കെ നോക്കി. ഇപ്പൊ അങ്ങനെ ഇങ്ങനൊരു അവസ്ഥ സ്വപ്നത്തിൽ വിചാരിച്ചില്ല. രാവിലെ എനിക്ക് ബീച്ചിൽ വരാൻ ഫ്രണ്ട്സിനായിട്ട് അടിപൊളി. എല്ലാവരും തമ്മിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ അരങ്ങത്തേക്ക് അടിപൊളി. അതെ, ഇന്നത്തെ ദിവസം മനോഹരമായിരിക്കും. ഇഷ്ടത്തിന് പോവാം. സൈക്ലിംഗ് ചെയ്യുമ്പോഴാണ് അതിന്റെ നേട്ടങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പൊ എന്തായാലും എല്ലാവരും സൈക്ലിങ്ങിലോട്ട് വരട്ടെ അല്ലേ? ഓക്കെ. ഇതിപ്പോൾ ഓഫ് സീസണാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ ടൂറിസ്റ്റുകളൊന്നും കാണാത്തത്. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഈ ടൂറിസ്റ്റുകളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു ഏരിയയിലുള്ള മൊത്തം ബിൽഡിങ്ങും ഷോപ്പുകളും ഹോട്ടൽസും ഹോം സ്റ്റേ ഒക്കെ പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ വാസ്കോ ഡ ഗാമ പള്ളി ഭയങ്കര വേൾഡ് ഫേമസ് ആണ് കേട്ടോ. 1503 യൂറോപ്യൻസ് നിർമ്മിച്ചതാണ്. അതുപോലെ തന്നെ വാസ്കോ ഡ ഗാമനെ ഇവിടെ അടക്കം ചെയ്തിട്ടുണ്ട്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ലിസ്ബണിലേക്ക് കൊണ്ടുപോയി, പോർച്ചുഗലിലേക്ക്. അതൊക്കെ നമ്മൾ മുമ്പ് കുറച്ച് വീഡിയോ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് കേട്ടോ റിപ്പീറ്റ് ചെയ്യാത്തത്. നമ്മളത് നേരെ കുറച്ച് മട്ടാഞ്ചേരി ഉൾറോഡുകളിലേക്ക് പോവുക കേട്ടോ. അങ്ങനെ നമ്മുടെ ഈ ബൈക്ക് നമ്മൾ ഓവർടേക്ക് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അച്ഛനും മോളും കൂടി ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി തെരുവീതികളിലൂടെ മുന്നേറുന്ന കാഴ്ചയാണ് സുഹൃത്തുക്കളെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലല്ലേ ചിരിക്കുന്നത്? ഓട്ടോറിക്ഷ പോയിക്കോ. ഇതവിടെ ഒരു ഹമ്പുണ്ട് കേട്ടോ വേൻ. അതുപോലെ നമ്മൾ ഗസ്റ്റിനേക്കായിട്ട് വരുന്ന നേരത്ത് എല്ലാവരും സിംഗിൾ ഫയലിലാണ് ചവിട്ടുന്നത്. അതായത് വരിയായിട്ട് ചവിട്ടുന്ന സിസ്റ്റമാണ്. നമ്മളിപ്പോൾ ഇത് 2-3 പേരുള്ളതുകൊണ്ട് ഇങ്ങനെയൊക്കെ പോകുന്നു. അല്ലെങ്കിൽ ഓർഡറിൽ സിംഗിൾ ഫയലിൽ
അകലം പാലിച്ചിട്ട് കൊണ്ടിട്ടുള്ള ചവിട്ടാണ്. ആ അല്ലെങ്കിൽ ആദ്യം വിട്ടോ. ചെറിയൊരു പാലുണ്ട് അവിടെ. അപ്പോൾ അത് ചാടിക്കാനുള്ള കഴിവുണ്ടാന്ന് നോക്കട്ടെ. ഞാൻ വെറുതെ പറഞ്ഞാൽ അവിടെ നിർത്തിക്കോട്ടെ. അതെ, ചവിട്ടി കയറ്റാൻ പറ്റില്ല, ഇറങ്ങി മുന്തേണ്ടി വരും. മോളി കഴിക്കണ്ട. ഇതേ എവിടേക്ക് കൂടി പോകണത്. ബെല്ലടിച്ചോ? ആളുകളോട്ടം ചേർന്നു. അയ്യോ, നമ്മുടെ ബെല്ല് എടുക്കാൻ മറന്നതല്ല. പീപ്പി പീപ്പി. ആ ഹൊയ്. ആന്ന് ഇതൊക്കെ ഓടിച്ചു കയറ്റുന്നതല്ലേ അല്ലേ അതിന്? ചെറിയൊരു പാലം. ഇതേ ഞാൻ ഓടിച്ചു കയറ്റുന്നുണ്ട് കേട്ടോ, കണ്ടോളണം. കണ്ടാ, ഈസി. അതെ, പൊക്കി കയറ്റിയാ. ഇത് പിന്നെ പാറ്റ പോലെ ഇരിക്കുന്നതല്ലേ. എത്ര കിലോ ആണ് ഇതിന് വെയിറ്റ്? വെറും 10 കിലോ. ആ, അപ്പം നേരെ പോട്ടെ. റൈറ്റ് പോട്ടെ. വണ്ടി വരണ്ടാന്ന് നോക്കുക. ആ, ഓക്കെ, ക്ലിയർ. പോട്ടെ. ഇതേ സൈക്കിൾ റൈഡിന് ഇറങ്ങിയാണ്. അങ്ങനെ നമ്മൾ നിൽക്കുകയാണ്. ഇവിടെ അലൈന, അലൈന എവിടെ? ആളെ കാണാനില്ല. സംഭവം ഇതൊക്കെ തന്നെയാണ് സൈക്ലിങ്ങിൻ്റെ ഒരു ഫൺ. സംഭവം നമ്മൾ പെട്ട് എൻ്റെ ഗോപ്രോ ഓഫായി, എക്സ്ട്രാ ബാറ്ററി ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് കൈകാര്യം ചെയ്യാമെന്നുള്ളത് നമുക്ക് അത്ര പിടുത്തം വന്നിട്ടില്ല. അത് 2 വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് സംഭവം ശരിയാവും. ഇനിയിപ്പോൾ എനിക്കൊരാഴ്ച വർക്ക് സംബന്ധമായിട്ട് പോകാൻ വേണം. ഇനി വന്നിട്ട് നടക്കുള്ളൂ. അപ്പോൾ ബൈസിക്കിൾ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് നമ്മൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഇന്നത്തെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വനിതകളെ കണ്ടത്, വീട്ടമ്മമാർ, അവരുടെ സന്തോഷവും സ്നേഹവും കൂട്ടായ്മയൊക്കെയാണ് നമുക്ക് ഇഷ്ടപ്പെട്ടത്.